നമസ്കാരം. വോട്ടും കെട്ടന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും അധികാരം പിടിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. എംപിമാർ മത്സരിക്കേണ്ട എന്ന ആദ്യഘട്ടത്തിൽ ചർച്ചകൾ ഉയർന്നിരുന്നെങ്കിലും ചില എംപിമാർക്ക് ഇളവ് നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് ഉൾപ്പെടെ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന ദിവസമാണ് വോട്ടും കെട്ടനും അത് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നിന്ന് എന്നോടൊപ്പം ഉള്ളത് സുജിത് ചന്ദ്രനും അതുപോലെ തന്നെ ആസിഫ് മുഹമ്മദുമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. എംപിമാരെ മത്സരിപ്പിച്ച് ഭരണം പിടിക്കാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഹൈക്കമാൻഡ് എങ്ങനെ കാണുന്നത്? എംപിമാരെ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളില്ല, പിണറായി വിജയനെതിരെ പോരാടാനേ ഞങ്ങളുള്ളൂ എന്നാണോ കേരളത്തിലെ സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ പാർലമെൻറ്റിലാണുള്ളത്. അതിപ്പോൾ കെ സി വേണുഗോപാൽ മുതലാണ് ഇന്ത്യൻ കോൺഗ്രസ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അടൂർ പ്രകാശാണെങ്കിലും, പിന്നെ കെ പി സി സുധാകരനാണെങ്കിലും, ഷാഫി പറമ്പിൽ, മുഖം, ഇവരെല്ലാം, എം കെ രാഘവൻ, ഇവരെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പാർലമെൻറ്റിലെ അംഗസംഖ്യ കുറച്ചുകൊണ്ട് ഇവരെയൊക്കെ എം എൽ എമാരാക്കി മാറ്റാനാണോ കോൺഗ്രസ് വിടുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവരുടെയൊക്കെ സ്ട്രോങ് ഹോൾസ് ഉണ്ട്. ഇപ്പോൾ കോന്നിയിലേക്ക് അടൂർ പ്രകാശ് വന്നാൽ ജനീഷ് കുമാറിന് വലിയൊരു മത്സരം കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ ജയിക്കാനും പറ്റും. അല്ലെങ്കിൽ ഒരുപക്ഷെ അടൂർ പ്രകാശ് അല്ലാതെ മറ്റാര് അവിടെ ഫീൽഡ് ചെയ്താലും ജനീഷിന് തന്നെയാണ് അവിടെ സാധ്യത. അടൂർ പ്രകാശ് വന്നാൽ ഒരു മത്സരം നടക്കും. പാലക്കാട്ടേക്ക് ഒരുപക്ഷെ ഷാഫി പോവുകയാണെങ്കിൽ, എനിക്കറിയില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ പാലക്കാട് മത്സരം നടക്കും. പിന്നെ ആലപ്പുഴയിൽ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് കെ സി വേണുഗോപാൽ വരികയാണെങ്കിൽ അവിടെ മത്സരം നടക്കും. അതാത് മണ്ഡലങ്ങളിലൊക്കെ മത്സരം നടക്കും. പിന്നെ സുധാകരൻ്റെ കാര്യം പറയാതെ പോകാൻ പറ്റത്തില്ല. വന്നില്ലെങ്കിൽ പണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലത്തെ വാക്കുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞേക്കും. ആ അവസ്ഥയിലാണ്. ഞാൻ മത്സരിക്കും 110% മത്സരിക്കുമെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അതിന് പിറ്റേ ദിവസം അങ്ങനെ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട, നേതൃത്വത്തിന് ശാസിക്കേണ്ടി വരുമെന്ന് പിന്നെ സണ്ണി ജോസഫും വി ഡി സതീശനും പറയുന്നു. അതിന് പിന്നാലെ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ KPCC ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്താനും സണ്ണി ജോസഫിൻ്റെ കോലം കത്തിക്കാനും വരെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ തീരുമാനിച്ചതായും ഡൽഹിയിലേക്ക് വിളിച്ചു പറഞ്ഞത് വിലക്കിയതായിട്ടൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പോൾ ഘടനാപരമായ മാറ്റം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തുമെന്നും ഇന്ത്യയിൽ ഹിന്ദുത്വയുടെ വിശാല പ്രൊജക്റ്റ് നരേന്ദ്രമോദി ഈ 3ാം തവണ നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയെ ഒരുപക്ഷെ കോൺഗ്രസ് ഭയപ്പെടുന്ന അനിവാര്യമായിട്ടുള്ള ആ വലിയ ഭീഷണിയിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ പിടിച്ചു നിർത്താനുള്ള ഹിന്ദുത്വക്കെതിരായ BJPക്കെതിരായ പോരാട്ടത്തിൽ ആണോ കോൺഗ്രസ്സിന് താല്പര്യം, അതോ കേരളത്തിൽ വന്ന് CPMനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണോ താല്പര്യം എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിലും അവർക്ക് ആത്മാർത്ഥത കുറവുണ്ട് എന്ന് എനിക്ക് പറയാൻ കാര്യം, പിന്നെ രാജസ്ഥാനിലുണ്ടായിരുന്ന ഷുവറായിട്ടുള്ള ഒരു രാജ്യസഭാ സീറ്റ് വെറുതെ കളഞ്ഞിട്ടാണ് കേരളത്തിൽ വന്നിട്ട് മത്സരിച്ചിട്ട് കെ സി വേണുഗോപാൽ ഇപ്പോൾ പോയി ഡൽഹിയിലിരിക്കുന്നത്. ഇപ്പോൾ മറ്റാരെങ്കിലും മത്സരിക്കും, ഒരുപക്ഷെ ഒരു CPM ആരെങ്കിലും ജയിച്ചാലും, കോൺഗ്രസ് ജയിച്ചാലും പ്ലസ് ഒരു സീറ്റ് കൂടെ അവിടെ ഉണ്ടായിരുന്നേനെ പ്രതിപക്ഷത്തിന്. അപ്പോൾ എംപിമാർ വന്ന് മത്സരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. നല്ല മത്സരം കാണാൻ പറ്റും. പ്രധാനപ്പെട്ട നേതാക്കളോട് ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ മാധ്യമങ്ങൾക്കും നല്ലതാണ്. കൂടുതൽ സ്റ്റാർ മണ്ഡലങ്ങളുണ്ടാവും. അടിസ്ഥാനപരമായി പൊളിറ്റിക്സിൽ നിങ്ങളുടെ വിരൽ എവിടേക്കുള്ളതാണ് എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സുജിത്തേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതിനകത്ത്, അതായത് പാർലമെൻറ്റിലെ ഒരു പ്രാതിനിധ്യം, പ്രത്യേകിച്ച് എംപിമാർ മത്സരിക്കാൻ വരുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളിലുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തീരുമാനം അന്തിമമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ നിന്നും എംപിമാർ കുറയുന്നത്, അല്ലെങ്കിൽ എംപിമാർ അന്ന് മത്സരിക്കുമ്പോൾ പറഞ്ഞത് നമ്മൾ BJPക്കെതിരെ പ്രതിരോധം തീർക്കാനാണ് വലിയ പ്രചരണം നടത്തുന്നു, അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന CPMനെ പ്രതിരോധിക്കാനാണ്. 2 പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഒന്ന്, എംപിമാരുടെ എണ്ണം കുറഞ്ഞാൽ പാർലമെൻറ്റിൽ ലഭിക്കാവുന്ന പ്രിവിലേജുകളുടെ നഷ്ടമുണ്ട്. രണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉന്നയിച്ച ആ മുദ്രാവാക്യം, അതിൽ നിന്ന് പുറകോട്ട് പോകുകയാണെന്നുള്ള ചോദ്യമുണ്ട്. ഇതെങ്ങനെയായിരിക്കും കോൺഗ്രസ് ഡീൽ ചെയ്യുക? ഈ പറയുന്ന മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പറയുന്ന എംപിമാർ അവർ പാർലമെൻറ്റിൽ പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ചോദ്യമായി വരും. ഓർമ്മയുണ്ടോ നിലവിൽ? അതേസമയം തന്നെ ഈ കെ സുധാകരൻ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. കെ സി വേണുഗോപാൽ പിന്നെയും നമ്മൾ അങ്ങനെ കേൾക്കാം, പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ വലത് കൈ നിന്നുകൊണ്ട് കെ സി വേണുഗോപാൽ സംസാരിക്കുന്നതാണ്, നമ്മൾ അങ്ങനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഇപ്പോഴിവിടെ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്ന മറ്റ് എംപിമാർ അവർ പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് തരത്തിലുള്ള പോരാട്ടവും കേരളത്തിന് വേണ്ടി അടക്കം എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? അവർ എപ്പോഴും അധികാരക്കൊതി മാത്രമാണ് ഇതിൽ പല ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അടൂർ പ്രകാശ് മത്സരിക്കാൻ ഇറങ്ങുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? അടൂർ പ്രകാശ് മത്സരിക്കാൻ നമ്മളിതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഗൗതം തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതിൻ്റെ അകത്ത്. അടൂർ പ്രകാശ് മത്സരിച്ച് വിജയിച്ച് അധികാരത്തിൽ വന്നാൽ ഈഴവനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള ഒരു പ്രതീതി വരുന്നു. അവിടെ വിലപേശി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം വാങ്ങാൻ കഴിയുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വാങ്ങാൻ കഴിയും. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് അടൂർ പ്രകാശ് മത്സരിക്കാൻ ഇപ്പോൾ മുമ്പിൽ കൊള്ളുന്നത്. അല്ലാതെ
ഇവിടെ അടൂർ പ്രകാശ് മത്സരിച്ചാൽ മാത്രമേ ചിലപ്പോൾ ആ സീറ്റിൽ വലിയ ഫൈറ്റ് കൊടുക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ അങ്ങനെ എം പിമാർ വന്ന് ഇവിടെ മത്സരിച്ച് വിജയിച്ച് അധികാരം പിടിക്കേണ്ട അത്ര ദൗർബല്യമുള്ള പാർട്ടിയാണോ കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം കെ സുധാകരൻ്റെ അഭിപ്രായത്തിൽ കെ സുധാകരൻ ഇനി മത്സരിക്കുകയേ ചെയ്യരുത്. അത് നിയമസഭയിലേക്കാണെങ്കിലും ശരി പാർലമെൻറ്റിലേക്കാണെങ്കിലും ശരി മത്സരിക്കുകയേ ചെയ്യരുത്. അത് ആളുകൾക്ക് എപ്പോഴും എന്താ പറയുക ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത് അവരാൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയൊന്നുമില്ല. നേതാക്കൾ അവർ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു ആശയവും ഇതാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും അത് ഇന്ത്യയെ രൂപപ്പെടുന്ന വലിയ പങ്കുവച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. അത് നേതാക്കളുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അത് കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ വേറെ ആൾ മത്സരിക്കട്ടെ എന്ന് നോക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞതും ഇത്തവണ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവുമെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ പറച്ചിലിൻ്റെ അപ്പുറത്തേക്ക് ഇവരൊക്കെ സമ്മതിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാനിതിനകത്ത് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ എം പിമാർ മത്സരിക്കണമെന്ന് പറഞ്ഞ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിലവിലുള്ള ആളുകൾ അതൊന്ന് എം കെ രാഘവൻ ആവശ്യപ്പെടുന്നു, കെ എം സുധാകരൻ ആവശ്യപ്പെടുന്നു, അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് ആവശ്യപ്പെടുന്നു. ഈ ആളുകളൊക്കെ മത്സരിക്കാൻ എന്ന് പറയുന്ന സീറ്റുകളിൽ ഓൾറെഡി പ്രചരണം തുടങ്ങിയ ചില ആളുകളുണ്ട്. ഇപ്പം എം കെ രാഘവൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നാദാപുരത്താണ്. നാദാപുരത്ത് ഇതിനോടൊപ്പം തന്നെ അഭിജിത്ത് മത്സരിക്കുമെന്നും പറഞ്ഞു അഭിജിത്തിനെതിരെ പോസ്റ്റർ പ്രചരണവും അഭിജിത്ത് മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കൊയിലാണ്ടിയിലാണെങ്കിൽ DCC പ്രസിഡന്റുണ്ട് പ്രവീൺ കുമാർ ഏകദേശം ഈ പ്രവർത്തനം തുടങ്ങിയ മട്ടിലാണുള്ളത്. അവിടെയും ഈ പ്രശ്നം നടക്കുന്നുണ്ട്. കോഴിക്കോട് നോർത്താണ് പിന്നെയുള്ളൊരു സ്ഥലം. കോഴിക്കോട് നോർത്തിൻ്റെ അത് സമാനമായ അവസ്ഥയ്ക്കുന്നുണ്ട്. ഈ കെ സുധാകരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പ്രാദേശികമായി ഇതൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിക്കുന്നത് കെ സുധാകരന് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട് മൂപ്പരെ MLA ആയി കാണണം എന്നുള്ളതാണ് കണ്ണൂർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും അമൃത രാമകൃഷ്ണൻ്റെ പേരുണ്ട്, റിജിൽ മക്കുറ്റി പേരുണ്ട്. നമുക്കറിയാം സമീപകാലത്തൊക്കെ സുധാകരന്റെ ത്യാഗനിർഭരമായ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ദീർഘോപന്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഈ വിശേഷാൽ അടൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടൂർ പ്രകാശ് മത്സരിക്കുന്ന സമയത്ത് സമ്പത്തിനെ തോൽപ്പിച്ചിട്ടാണ് അവിടെ MP സ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ ഫൈറ്റ് നടന്ന സ്ഥലമാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടന്ന സ്ഥലമാണ്. അപ്പോൾ ആ നീക്കത്തെ ഇവരെ ഇങ്ങനെ MP മാരെ കൊണ്ടുവരുന്നു, ഇവരത് പിടിക്കാൻ വരുന്നു. അപ്പോൾ ഈ പിടിച്ചെടുക്കാൻ പോകുന്ന സീറ്റിനകത്ത് ഓൾറെഡി നടക്കുന്ന ആളുകൾ ഇതിൽ കലാപക്കൊടി ഉയർത്തിയത് എങ്ങനെ പരിഹരിക്കും? ഉറപ്പായിട്ടും ഉയർത്തും. കോൺഗ്രസ്സിലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസ്സിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? MP മാരായി മത്സരിക്കാൻ വരുന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്വാഭാവികമായും മുതിർന്ന നേതാക്കൾ അവർ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ തന്നെയായിരിക്കും ഒരു പക്ഷേ. ഇപ്പോൾ റിജിലിൻ്റെ കാര്യം പറഞ്ഞാൽ റിജിൽ തന്നെ സുധാകരൻ്റെ സ്വന്തം ആളായി മത്സരിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ ആ റിജിലിനെ തന്നെ വെട്ടിയിട്ടാണ് ഇനിയിപ്പോൾ സുധാകരൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഈ യുവതലമുറയിൽ ഒന്നും ഒരു പരിഗണിക്കുന്നില്ല. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഒക്കെ മത്സരിക്കട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അധികാരം കിട്ടും എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിന് അടിമുടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ കൂടി വിജയിച്ച് വന്ന് ഈ അധികാരത്തിൻ്റെ ഭാഗമാകുകയും മന്ത്രിക്കസേരയിൽ ഇരിക്കണമെന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കോൺഗ്രസ്സിന് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാനോ എന്നല്ല, വ്യക്തിപരമായി പക്കാ നേട്ടമുണ്ടാക്കുക ലക്ഷ്യമിട്ട് മാത്രമാണ് ഈ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ തുണിഞ്ഞിറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശശി തരൂർ അപവാദം എനിക്ക് തോന്നുന്നു കൊടിക്കുന്നിൽ മാത്രമേ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഷാഫി പോലും ഇപ്പം പാലക്കാടല്ലാതെ വേറെ ഏതൊരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നീക്കമാണെന്നുള്ളൊരു വാർത്ത ഇതിന് മുമ്പ് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് അതാ ഞാൻ പറയുന്നത്. അതായത് ഈ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഫേസ് ഉള്ള, പ്രത്യേകിച്ച് നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് പാർലമെന്റിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റുകൾ വലുതാണ്, ജനറൽ സെക്രട്ടറിയാണ്. രണ്ടാമത് ഷാഫി പറമ്പിൽ സ്വാഭാവികമായി യുവമുഖമാണ്, വലിയ നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലുള്ള രസകരമായ കാര്യം ഈ പാലക്കാട് സീറ്റിൽ രമേശ് പിഷാരടി മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൗതുകം വരും, രമേശ് പിഷാരടി മത്സരിക്കുന്നു, വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ട സ്ഥലത്താണ്. അവിടെ ഈ അധികാരത്തിൽ എത്തുമോ ഇല്ലേ എന്ന് സംബന്ധിച്ച് അനുകൂല സർവേയിൽ പോലും നെക്ക് ടു നെക്ക് പോരാട്ടമാണ്, ആൻറ്റി ഇൻക്യുമെൻസ് ഇല്ല എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണം കിട്ടുമോ എന്നതിൽ ഒരു പക്ഷേ ഭരണം കിട്ടിയില്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി അമ്പലപ്പുഴ ആലപ്പുഴ MLA ഇരിക്കേണ്ടി വരില്ലേ? അപ്പോൾ അവിടെ അത്തരത്തിൽ ആ രാഷ്ട്രീയപരമായ അത് തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ പാർലമെന്റിൽ ആളുകൾ കുറയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്ന് വരുന്നത്. അതാണ് അത് ഗൗരവമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ BJPയെ പ്രതിരോധിക്കുന്ന ഇഷ്ടംപോലെ ആളുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവർ അധികാരത്തിന് വേണ്ടി ഇവർ വന്ന് കേരളത്തിൽ വന്ന് മത്സരിച്ചോട്ടെ, ഓക്കെ, അവരുടെ താല്പര്യം, അവരുടെ പാർട്ടിയുടെ താല്പര്യം. ഇതല്ലല്ലോ. കേന്ദ്രത്തിൽ BJPയെ പോലൊരു ശക്തി സംസ്ഥാനങ്ങളെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും അത് മൃഗീയ ഭൂരിപക്ഷം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവർക്ക് 100-ൽ താഴെ സീറ്റിലേക്ക് പോയാലും അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു.
ആ രീതിയിലാണ്. അതായത് പ്രതിപക്ഷ സ്ഥാനം പോലും വേണ്ടാതെ ഞങ്ങൾക്ക് കേരളത്തിൽ വന്ന MLA ആയി നിന്നാൽ മതി എന്നുള്ള ഒരു ചിന്ത പോലും. ആ ഒരു ദേശീയ പരിപ്രേക്ഷ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ഒരു ആലോചനയിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ള അത്ഭുതകരമായ പിന്നെ അല്ല അത് മാത്രമല്ല, ഇനി കോൺഗ്രസിൻ്റെ തന്നെ തുടക്കഘട്ടത്തിലുണ്ടായിരുന്ന സർവേ, അപ്പം സുജിത്തൻ തന്നെ അറിയുന്നതായിരിക്കും, കനുകൂല് പറയുന്ന സർവേക്കകത്ത് MPമാർ മത്സരിക്കേണ്ട എന്നുള്ളത് അസംദിഗ്ധമായി പറഞ്ഞു വെച്ച തീരുമാനമാണ്. അന്ന് നേതാക്കളൊക്കെ പ്രതികരണം നടത്തിയ സമയത്ത്, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരണം നടത്തിയ സമയത്ത് പറഞ്ഞത് ഇല്ല, MPമാരെ നമ്മൾ മത്സരിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏതാണ്ട് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പരിസരമൊക്കെ രൂപപ്പെട്ടു വന്നു. അതിനുശേഷം 1-2 കനകൂലു സർവേകൾ അതിൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ കേരളം പിടിക്കാൻ പോകുന്നു. ഉടനെ ഫാസിസത്തോടുള്ള പോരാട്ടം വിട്ടിട്ട് കേരളത്തിലേക്ക് ഒരൊറ്റ ഓട്ടമാണ് എല്ലാവരും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാടത്തെയും അതുപോലെ തന്നെ KCയുടെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ വേറെ ആളുകൾ മത്സരിക്കുമായിരിക്കും. KC അങ്ങനെ വന്ന് മത്സരിക്കുമെന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. KC വന്ന് മത്സരത്തിന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ KC വേണുഗോപാലും ഷാഫി പറമ്പിലും അങ്ങനെ മത്സരിക്കുന്നുണ്ടാവില്ല. പക്ഷേ മറ്റ് 3 പേർക്കും അതീവ താല്പര്യമുണ്ട്. അടൂർ പ്രകാശ് ആയിക്കോട്ടെ, കെ സുധാകരൻ ആയിക്കോട്ടെ, നമ്മളുടെ MK രാഘവൻ ആയിക്കോട്ടെ, ഇവർക്ക് 3 പേർക്ക് താല്പര്യമുണ്ട്. ഇവർ നിരന്തരം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. MK രാഘവൻ ആദ്യം MPമാരെ മത്സരിച്ചത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, കെ സുധാകരൻ പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന്. അടൂർ പ്രകാശും അതിനുള്ള എല്ലാ നീക്കവും നടത്തുന്നുണ്ട്. അത് സണ്ണി ജോസഫിനും VD സതീശനും ഇവരെ ഒന്നും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ല. അതല്ല, പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊണ്ടുവന്നാൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന്. ഇപ്പോൾ ഹൈക്കമാൻഡിനെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രതിസന്ധിയിലാക്കിയാണെങ്കിൽ പോലും ഇവരെ മത്സരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നീതിയാണെന്ന് ഞാൻ പറയുള്ളൂ. അത് കോൺഗ്രസിനോട് മാത്രമല്ല. എനിക്ക് ഭയങ്കര രസം തോന്നി, അല്ലെങ്കിൽ നമുക്ക് വളരെ കൗതുകം തോന്നിയ ഒരാൾ ശശി തരൂരാണ്. ഒരു ഘട്ടത്തിൽ എല്ലാവരും ശശി തരൂരിനെതിരായിരുന്നു. ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ പോകുന്നു. പക്ഷേ ഈ നിമിഷം വരെ ശശി തരൂർ ഞാൻ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ചെന്നിത്തലയൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും VD സതീശൻ ഓൾറെഡി ഞാൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി ഉള്ള സന്ദേശം ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. യാത്ര അവസാനിക്കുന്ന സമയത്ത് ആ വേദിയുടെ മുൻനിരയിൽ മൊത്തം സ്വന്തം ചിത്രങ്ങൾ കൊണ്ട് പിടിപ്പിച്ചിട്ട് ആക്ഷേപം കേട്ടു. അല്ല, ചെന്നിത്തലയുടെ ചിത്രങ്ങൾ അതിൽ പിന്നെ രാഹുലിന് ഒരു നീരസമുണ്ടെന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലേക്കാണ് 1 ഡസൻ ആൾക്കാർ ഇങ്ങോട്ട് വരും എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, സുജിചന്ദ്രൻ നേരത്തെ പറഞ്ഞതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, സമയം കഴിഞ്ഞു. അതായത് KC ഇപ്പം മത്സരിക്കുന്നില്ലെങ്കിൽ പോലും മറ്റൊരു നോമിനി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിപ്പിക്കുകയോ പിന്നീട് രാജിവെപ്പിച്ചു, ഭരണം കിട്ടുകയാണെങ്കിൽ രാജിവെപ്പിച്ചിട്ട് വീണ്ടും മത്സരിച്ച് അധികാരത്തിലേക്ക് എത്താൻ മുഖ്യമന്ത്രിയാവുന്നില്ല. അത്തരത്തിലുള്ള വലിയ സാധ്യതകൾ അവരും കണക്കൂട്ടുന്നുണ്ടാവും. എന്തായാലും ഒരുപക്ഷെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. MPമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. MPമാർ തിരിച്ച് നാട്ടിലെത്തി മത്സരിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും നിലവിൽ കുപ്പായം തുന്നിയിരിക്കുന്നവർ അതിനെതിരെ പ്രതികരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ള കാര്യവുമായിരിക്കും. എന്തായാലും വോട്ടുംകെട്ടിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. MPമാർ ഇറങ്ങി മത്സരിക്കുകയാണെങ്കിൽ എന്താവും കാര്യം, മറ്റ് സ്ഥാനാർത്ഥികൾ എങ്ങനെ പ്രതികരിക്കും, ഹൈക്കമാൻഡ് ഇതിൽ അന്തിമ തീരുമാനം എന്തുണ്ടാകും, സ്ക്രീനിംഗ് കമ്മിറ്റി എന്ത് തീരുമാനിക്കും തുടങ്ങിയ രാഷ്ട്രീയ ഉദ്യോഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഉദ്യോഗങ്ങളുടെ മറുപടികൾ അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി.